കഴിഞ്ഞ ദിവസങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ ഉയർന്ന രോഗനിരക്ക് രേഖപ്പെടുത്തിയ ദിവസമാണിന്ന്. 26 പേർക്കാണ് ഇന്ന് കോവിഡ്-19 സ്ഥിരീകരിച്ചത്. നെഗറ്റീവായത് 3 പേർക്കാണ്. പോസിറ്റീവായത് കാസർഗോഡ് 10, മലപ്പുറം 5, പാലക്കാട് വയനാട് 3 വീതം, കണ്ണൂർ 2, പത്തനംതിട്ട ഇടുക്കി കോഴിക്കോട് ഓരോരുത്തർ. നെഗറ്റീവായത് കൊല്ലം 2, കണ്ണൂർ 1. പോസിറ്റീവായവരിൽ 14 പേര് പുറത്തുനിന്ന് വന്നവരാണ്. അതിൽ 7 പേര് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ്. പിന്നെയുള്ളത് ചെന്നൈ 2, മുംബൈ 4, ബാംഗ്ലൂർ 1. ഇതാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരുടെ കണക്ക്. സമ്പർക്കത്തിലൂടെയാണ് 11 പേർക്ക് രോഗം വന്നത്. ഇടുക്കിയിലെ ഒരാൾക്ക്, ബേക്കറി ഉടമയാണ്, സെന്റിനൽ സർവൈലൻസ് പരിശോധനയിലാണ് രോഗബാധ കണ്ടെത്തിയത്. കാസർകോട്ട് 7 പേർക്ക്, വയനാട്ടിൽ 3 പേർക്ക്, പാലക്കാട് ഒരാൾക്ക് സമ്പർക്കം മൂലമാണ് രോഗബാധയുണ്ടായത്. ഇന്ന് രോഗം ബാധിച്ചവരിൽ 2 ആരോഗ്യ പ്രവർത്തകർ കാസർഗോഡ്, 1 പോലീസുകാരൻ വയനാട്ടിലും ഉണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി ഒറ്റയക്കത്തിലായിരുന്നു പുതിയ കേസുകളുടെ എണ്ണം. ഇന്നലെ അത് 10 മാറി. ഇന്നത് വീണ്ടും വർദ്ധിച്ചു. ഇത് തന്നെ ചെയ്യും. ഇതുവരെ 560 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 64 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. 36,910 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 36,362 പേർ വീടുകളിലാണ്. 548 പേർ ആശുപത്രികളിലുമാണ്. ഇന്ന് 174 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ 40,692 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 39,619 എണ്ണം രോഗബാധയില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. സെന്റിനൽ സർവൈലൻസിന്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 4,347 സാമ്പിളുകൾ ശേഖരിച്ചതിൽ 4,249 നെഗറ്റീവായിട്ടുണ്ട്. ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 15 കുറഞ്ഞു. കണ്ണൂർ 3, കാസർഗോഡ് 3, വയനാട് 7, കോട്ടയം, തൃശ്ശൂർ 1 വീതം. ഇങ്ങനെയാണ് ഇപ്പോൾ ഹോട്ട്സ്പോട്ട് ഉള്ളത്. ലോകാരോഗ്യ സംഘടന നൽകുന്ന മുന്നറിയിപ്പ്
ഒരുപക്ഷെ കൊറോണ വൈറസ് ഒരിക്കലും ഇല്ലാതാവുകയില്ല എന്നാണ്. ഇപ്പോൾ വാക്സിൻ്റെ അഭാവത്തിൽ HIV പോലെ തന്നെ ലോകത്താകെ നിലനിൽക്കുന്ന ഒരു വൈറസായി നോവൽ കൊറോണ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് WHO വിദഗ്ധർ പറയുന്നത്. പൊതുസമൂഹത്തിൻ്റെ ആകെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക എന്നതും COVID-19 ചികിത്സിച്ച് സുഖപ്പെടുത്തുന്ന സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളുകൾ യാഥാർത്ഥ്യമാക്കുക എന്നതും പരമപ്രധാനമാണ്. നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനം അത്തരത്തിലുള്ള ഇടപെടലുകളിൽ കേന്ദ്രീകരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പൊതുസമൂഹം ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ ഉൾക്കൊള്ളേണ്ടിയും വരും. അതിലേറ്റവും പ്രധാനമാണ് മാസ്ക് പൊതുജീവിതത്തിൻ്റെ ഭാഗമാവുക എന്നത്. അതോടൊപ്പം തിക്കും തിരക്കും ഉണ്ടാകാത്ത വിധം കച്ചവട സ്ഥാപനങ്ങളിൽ, പൊതുഗതാഗത സൗകര്യങ്ങളിൽ, ചന്തകളിൽ ഒക്കെ ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അത്യാവശ്യ യാത്രകളും കൂടിച്ചേരലുകളും മാത്രം നടത്തുക. അവയിൽ തന്നെ ഉണ്ടാകുന്ന ആളുകളുടെ എണ്ണം ക്രമീകരിക്കുക. ഇതിന് വ്യക്തികളും കുടുംബങ്ങളും സ്വയമേവ തയ്യാറാകേണ്ടി വരും. റെസ്റ്റോറൻറ്റുകളുണ്ട്, ഷോപ്പിംഗ് സെൻറ്ററുകളുണ്ട്. അവിടങ്ങളിലൊക്കെ മുൻകൂട്ടി സമയം നിശ്ചയിച്ച് ഉപഭോക്താക്കൾക്ക് ടൈം സ്ലോട്ട് അനുവദിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായി വരും. അപ്പോൾ നാം കാണേണ്ടത് ലോക്ക്ഡൗൺ തുറന്നാലും ഇല്ലെങ്കിലും നമ്മുടെ ഇനിയുള്ള നാളുകൾ നാം കൊറോണയെ കരുതിക്കൊണ്ടായിരിക്കണം ജീവിക്കുന്നത്. COVID-19 മനുഷ്യജീവൻ കവർന്നെടുത്ത് വിനാശകരമായി മാറിയ സാഹചര്യമാണ് നമുക്ക് ചുറ്റുമുള്ളത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള 124 മലയാളികളാണ് ഇതുവരെ കോവിഡ് ബാധിച്ച് മരണമടഞ്ഞത്. അവരുടെ വേർപാട് വേദനാജനകമാണ്. ആരോഗ്യ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരും രോഗത്തിന് കീഴടങ്ങിയിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അതാത് രാജ്യങ്ങൾ പുറപ്പെടുവിക്കുന്ന മുൻകരുതൽ നടപടികളുണ്ട്. അവ പിന്തുടരാൻ എല്ലാ പ്രവാസി മലയാളികളോടും അഭ്യർത്ഥിക്കുന്നു. ഒരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിൽ പാടില്ല. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ നാട് ഒപ്പമുണ്ട്. വിദേശത്തു നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും
ചെക്ക് പോസ്റ്റുകളിലും എത്തിയ ശേഷം വീടുകളിലേക്ക് പോകുന്ന യാത്രക്കാരുടെ സൗകര്യാർത്ഥം ജില്ലകളിൽ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിന് 185 കേന്ദ്രങ്ങൾ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ കേന്ദ്രങ്ങളുടെ പട്ടിക വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ചെക്ക് പോസ്റ്റുകളിലുള്ള ഹെൽപ്പ് ഡെസ്കുകളിലും ലഭിക്കും. ഇതിനിടയ്ക്കൊരു പരാതി ഉയർന്നത് അതിർത്തിയിൽ പണം വാങ്ങി ആളുകളെ കടത്താൻ ചിലർ ശ്രമിക്കുന്നു എന്നതാണ്. കർണാടകത്തിൽ നിന്ന് കാസർകോട്ടേക്ക് ആളെ കടത്തുന്ന സംഘം സജീവമാണ് എന്ന വാർത്ത വന്നു. ഇതിനിടയ്ക്കാണ് പാസില്ലാതെ ആളുകളെ കടത്തി വിട്ടു എന്ന് ചിലർ ചാനലുകളിലൂടെ പറയുന്നതും കേട്ടത്. ഇത്തരം പ്രവണതകൾ ഉണ്ടാക്കുന്ന അപകടമാണ് കഴിഞ്ഞ ദിവസം വാളയാറിൽ കണ്ടത്. മെയ് 8-ന് ചെന്നൈയിൽ നിന്ന് മിനി ബസ്സിൽ പുറപ്പെട്ട് 9-ന് രാത്രി വാളയാറിലെത്തിയ മലപ്പുറം പള്ളിക്കൽ സ്വദേശിയായ 44-കാരൻ കോവിഡ് ബാധിച്ച് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൂടെ ഉണ്ടായിരുന്ന ഒരാളും അവിടെ നിരീക്ഷണത്തിലുണ്ട്. മറ്റ് 8 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ്. കൃത്യമായ പരിശോധനകളും രേഖകളുമില്ലാതെ ആളുകൾ എത്തുന്നത് നമ്മുടെ സംവിധാനത്തെ തകർക്കുമെന്ന് പലവട്ടം ഓർമ്മിപ്പിച്ചതാണ്. ഒരാൾ അങ്ങനെ കടന്നു വന്നാൽ ഒരു സമൂഹമാകെയാണ് പ്രതിസന്ധിയിലാകുന്നത്. ഇക്കാര്യം പറയുമ്പോഴും നിബന്ധനകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോഴും മറ്റു തരത്തിൽ ചിത്രീകരിക്കേണ്ടതില്ല. കർശനമായി തന്നെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ബന്ധപ്പെട്ട എല്ലാവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനധികൃതമായി കടക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയും അതിന് സഹായം നൽകുന്നവർക്കെതിരെയും നടപടിയുണ്ടാകും. വികാരമല്ല, വിചാരമാണ് എല്ലാവരെയും നയിക്കേണ്ടത്. ഇന്ന് പാലക്കാട് മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ട് ഈ പ്രശ്നങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. ഛർദിയും ശാരീരിക അസ്വാസ്ഥ്യവും ഉണ്ടായതിനെ തുടർന്ന് ചെന്നൈയിൽ നിന്ന് വന്നയാളെ പരിശോധിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഡ്യൂട്ടിയുടെ ഭാഗമായി അയാളുമായി സമ്പർക്കത്തിലുണ്ടായ നഴ്സുമാരെ ഹോസ്പിറ്റൽ ക്വാറന്റൈനിലേക്കും പോലീസുകാരെ ഹോം ക്വാറന്റൈനിലേക്കും മാറ്റി. ഇത്തരം ഘട്ടങ്ങളിൽ സന്ദർഭാനുസരണം ചുമതല നിർവഹിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കും പോലീസിനും പ്രത്യേക പിന്തുണ നൽകേണ്ടതുണ്ട്. അവർക്കെല്ലാവിധ സൗകര്യങ്ങളും സർക്കാർ ഒരുക്കും. അവരെ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുന്നു. ആ സമയത്ത് വാളയാർ ചെക്ക് പോസ്റ്റിൽ ജനങ്ങളെ കടത്തിവിടുന്നതുമായി ബന്ധപ്പെട്ട് പ്രശ്നം നിലനിന്നിരുന്നു. രോഗലക്ഷണങ്ങൾ കാണിച്ചയാളും 8 സഹയാത്രികരും ഹൈ റിസ്ക് പ്രൈമറി കോണ്ടാക്റ്റിൽ ഉൾപ്പെടുന്നു. അവിടെ ഉണ്ടായിരുന്ന
130ഓളം യാത്രക്കാർ, മാധ്യമപ്രവർത്തകർ, പോലീസ്, ജനപ്രതിനിധികൾ, മറ്റ് നാട്ടുകാർ എന്നിവരെ ലോ റിസ്ക് പ്രൈമറി കോണ്ടാക്റ്റായി കണക്കാക്കി 14 ദിവസത്തേക്ക് ഹോം ക്വാറന്റൈനിലേക്ക് വിടാവുന്നതും ഇവരിൽ ലക്ഷണമുള്ളവരുടെ സ്രവം പരിശോധിക്കേണ്ടതുമാണ്. ഇതാണ് മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ട്. ഈ സമ്പർക്ക പട്ടിക അന്തിമമല്ല എന്നും റിപ്പോർട്ടിലുണ്ട്. വാളയാറിൽ പോയ ജനപ്രതിനിധികളെ ഉൾപ്പെടെ ക്വാറന്റൈനിലേക്ക് അയക്കേണ്ടി വന്ന ഈ സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നു. ഉത്തരവാദിത്വത്തോടെ പെരുമാറേണ്ടവർ അങ്ങനെ തന്നെ പെരുമാറണം. രാഷ്ട്രീയ നാടകം കളിക്കേണ്ട ഘട്ടമല്ല ഇത്. 32 ദിവസം ഗ്രീൻ സോണിൽ പെട്ടിരുന്ന വയനാട് ജില്ലയിൽ ഒരിടവേളയ്ക്ക് ശേഷമാണ് ചെന്നൈ കോയമ്പേട് മാർക്കറ്റിൽ നിന്ന് തിരിച്ചെത്തിയ ഡ്രൈവർക്ക് രോഗബാധയുണ്ടായത്. വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയുകയായിരുന്ന അദ്ദേഹത്തിൻ്റെ സ്രവം രോഗകേന്ദ്രമായ കോയമ്പേട് മാർക്കറ്റിൽ പോയി എന്ന കാരണത്താലാണ് പരിശോധനയ്ക്ക് അയച്ചത്. ആ ഒരാളിൽ നിന്ന് ഇപ്പോൾ 10 പേർക്ക് രോഗബാധയുണ്ടായിരിക്കുന്നു. മറ്റു പലരും രോഗഭീതിയിലുമാണ്. ഈ കോണ്ടാക്റ്റിൽ നിന്നുള്ള ഒരാളിൽ നിന്നാണ് മാനന്തവാടി പോലീസ് സ്റ്റേഷനിലെ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് കോവിഡ് വന്നത്. ഇത് അസ്വസ്ഥജനകമായ അനുഭവമാണ്. വയനാട് ജില്ലയിൽ തൃപ്തികരമായ രോഗപ്രതിരോധ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിർത്തി ജില്ലയായതിനാലും മറ്റ് സവിശേഷതകളാലും കൂടുതൽ പ്രശ്നങ്ങളുള്ള ജില്ലയാണ് വയനാട്. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടലാണ് ഉണ്ടാകുന്നത്. ഡ്യൂട്ടിയിലുള്ള 1200 പോലീസുകാരിൽ 300-ലേറെ പേർക്ക് അവിടെ ടെസ്റ്റ് നടത്തി. സിവിൽ പോലീസ് ഓഫീസർ മുതൽ സംസ്ഥാന പോലീസ് മേധാവി വരെയുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ആരോഗ്യവും ക്ഷേമവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ വിവിധ മേഖലകളിൽ പോലീസിൻ്റെ പ്രവർത്തനക്രമങ്ങളിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പോലീസിലെ ഉന്നതതല സമിതി ഉടൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ്. റെയിൽവേ പ്രഖ്യാപിച്ച ഡൽഹിയിൽ നിന്നുള്ള ട്രെയിൻ നാളെ പുലർച്ചെയാണ് തിരുവനന്തപുരത്തെത്തുക. സംസ്ഥാനത്ത് 3 സ്റ്റേഷനുകളാണ് ട്രെയിനിന് സ്റ്റോപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. ട്രെയിനിലെത്തുന്ന യാത്രക്കാർ സംസ്ഥാനത്തിൻ്റെ പാസിനായി COVID-19 ജാഗ്രതാ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. വിമാനത്താവളത്തിലേതുപോലുള്ള ക്രമീകരണങ്ങൾ റെയിൽവേ സ്റ്റേഷനുകളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹിക്ക് പുറമെ രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് പ്രത്യേക ട്രെയിൻ ലഭ്യമാക്കാൻ ശ്രമിക്കുകയാണ്. മുംബൈ, കൊൽക്കത്ത, അഹമ്മദാബാദ്, ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ് തുടങ്ങിയ നഗരങ്ങളിൽ നിന്ന് നോൺ സ്റ്റോപ്പ് ട്രെയിനുകൾ വേണമെന്ന് കേന്ദ്ര സർക്കാരിനോട് വീണ്ടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കേന്ദ്ര റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയലുമായി ഇക്കാര്യം സംസാരിക്കുകയും ചെയ്തു.
ചെറുകിട വ്യവസായ സംരംഭകരെ സംബന്ധിച്ചിടത്തോളം ലോക്ക്ഡൗൺ വലിയ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ രണ്ടാവശ്യങ്ങളാണ് സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ അവർ ഉന്നയിച്ചിട്ടുള്ളത്. ഒന്ന്, നിലവിലുള്ള വായ്പയ്ക്ക് 1 വർഷത്തെ മൊറട്ടോറിയം നൽകുക. 2, പുതിയ വായ്പ അനുവദിക്കുക. ഇന്നലെ പ്രഖ്യാപിച്ച കേന്ദ്ര പാക്കേജിൻ്റെ വിശദാംശങ്ങളുടെ ഭാഗമായി രണ്ടാമത്തെ കാര്യം മാത്രമേ ഇതേവരെ പരിഗണിച്ചതായി കാണുന്നുള്ളൂ. അതുതന്നെ ബാങ്കുകൾ കനിഞ്ഞാൽ മാത്രമേ യാഥാർത്ഥ്യമാവുകയുള്ളൂ. എന്നാൽ മൊറട്ടോറിയം കാലത്ത് പലിശ ഒഴിവാക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിതേവരെ പരിഗണിക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് തന്നെ അതിന് പണം ചെലവിടേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പ്രഖ്യാപിച്ച പാക്കേജിൽ കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റിൽ നിന്ന് ചെലവാകുന്നത് ഇതേവരെയുള്ള പ്രഖ്യാപനങ്ങൾ നോക്കിയാൽ നാമമാത്രമായ തുക മാത്രമായിരിക്കും. ഈ സ്ഥിതിക്ക് മാറ്റം വരണം. ബാങ്കുകൾ വായ്പ കൊടുക്കാൻ വിസമ്മതിക്കുന്ന പ്രശ്നം ഈ ദുരിതകാലത്ത് പോലും വന്നിട്ടുണ്ട്. പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ബാങ്കുകൾ RBIയിൽ പണമടച്ച് പലിശ നേടാനാണ് ശ്രമിക്കുന്നത്. 8.5 ലക്ഷം കോടി രൂപ ഇത്തരത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ബാങ്കുകളെയും വ്യവസായ പ്രതിനിധികളെയും മറ്റും ഒരുമിച്ചിരുത്തി ഇക്കാര്യത്തിൽ സാമ്പത്തിക മേഖലക്കാകെ പ്രയോജനപ്പെടുന്ന ഇടപെടലുകൾ നടത്താൻ ശ്രമിക്കും. വൈദ്യുതിയുടെ ഫിക്സഡ് ചാർജ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. എഴുതിത്തള്ളുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം വേണം. ഇതോടൊപ്പം ചെറുകിട മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ധനസഹായം നൽകേണ്ടതുണ്ട്. PF അടക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര സഹായം ലഭിക്കണമെങ്കിൽ 15,000 രൂപയിൽ താഴെയായിരിക്കണം ശമ്പളമെന്ന നിബന്ധന നീക്കം ചെയ്യേണ്ടതാണ്. വൈദ്യുതി കമ്പനികൾക്ക് അനുവദിച്ചിട്ടുള്ള 90,000 കോടി രൂപയുടെ സഹായത്തിൻ്റെ ഗ്യാരണ്ടി സംസ്ഥാനങ്ങളാണ് വഹിക്കേണ്ടി വരിക. എന്നാൽ സംസ്ഥാന സർക്കാരുകൾക്ക് ഇതുവരെ ഒരു ധനസഹായവും പ്രഖ്യാപിക്കാൻ തയ്യാറായിട്ടുമില്ല. ഈ സമീപനം ഇനിയുള്ള ദിവസങ്ങളിൽ തിരുത്തുമെന്നാണ് കേരള സർക്കാർ പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര ധനമന്ത്രി സംസ്ഥാന ധനമന്ത്രിമാരുമായി ആശയവിനിമയം നടത്തി ആരോഗ്യ സാമൂഹ്യ സുരക്ഷാ പ്രവർത്തനങ്ങളിൽ വ്യാപൃതമാവുന്ന സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് വ്യക്തമായ പദ്ധതിയൊരുക്കണം. വരുമാനം തീരെ ഇല്ലാത്തതും ചെലവിരട്ടിച്ചതുമായ ഈ ഘട്ടത്തിൽ ഇത് അത്യാവശ്യമാണ്. നമ്മുടെ നഷ്ടം ചെറുതല്ല. കഴിഞ്ഞ മാർച്ച് 19 ഏപ്രിൽ 19 താരതമ്യം ചെയ്താൽ ഇത്തവണ സംസ്ഥാനത്തിൻ്റെ സ്വന്തം റവന്യൂ വരുമാനത്തിൽ 6,451 കോടി രൂപയുടെ
നഷ്ടമാണ് ഉണ്ടായത്. കോവിഡ്-19 പശ്ചാത്തലത്തിൽ കേരളം സുരക്ഷിത നിക്ഷേപത്തിനുള്ള ഇടമായി മാറുകയാണ്. ഇത് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ നാടിന് അനുയോജ്യമായ വ്യവസായങ്ങളെ ആകർഷിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഇവിടുത്തെ വ്യാവസായിക അന്തരീക്ഷം മെച്ചപ്പെടുത്തുകയും വേണം. ഇതിനായി വിപുലമായ പദ്ധതി നടപ്പാക്കും. സംസ്ഥാനത്തെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെ MSME പുനരുജ്ജീവനത്തിനുള്ള പ്രത്യേക പാക്കേജായ വ്യവസായ ഭദ്രതയ്ക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. മൊത്തം 3434 കോടി രൂപയുടെ സഹായമാണ് ഈ പാക്കേജിലൂടെ വ്യവസായങ്ങൾക്ക് ലഭ്യമാക്കുക. കോവിഡ്-19 പശ്ചാത്തലത്തിലാണ് വ്യവസായ വകുപ്പ് വഴി ഈ ആശ്വാസ പാക്കേജ് നടപ്പാക്കുന്നത്. പാക്കേജ് പ്രകാരം നിലവിൽ പ്രവർത്തിക്കുന്ന സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് നൽകുന്ന അധിക വായ്പയ്ക്ക് മാർജിൻ മണി സഹായവും പലിശ ഇളവും അനുവദിക്കും. KSIDCയും കിൻഫ്രയും വായ്പാ കുടിശ്ശിക ഒറ്റത്തവണ തീർപ്പാക്കുന്ന പദ്ധതി നടപ്പാക്കും. സംരംഭങ്ങൾക്ക് വായ്പ പലിശ തിരിച്ചടവിന് 6 മാസത്തേക്ക് സമയം നീട്ടി നൽകും. വ്യവസായ വകുപ്പിന് കീഴിലെ സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറികളിൽ 3 മാസം വാടക ഒഴിവാക്കും. വ്യവസായ പാർക്കുകളിലെ പൊതുസൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് സംരംഭകരിൽ നിന്ന് ഈടാക്കുന്ന വാടക 3 മാസത്തേക്ക് ഒഴിവാക്കും. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് മൂലധനത്തിന് പ്രത്യേക വായ്പ അനുവദിക്കും. MSMEകളിൽപ്പെട്ട ഉൽപ്പാദന വ്യവസായങ്ങൾക്ക് പലിശ സബ്സിഡി അനുവദിക്കും. വൈവിധ്യവൽക്കരണത്തിനും വികസനത്തിനും വേണ്ടി എടുക്കുന്ന വായ്പയുടെ പലിശയ്ക്ക് 6 മാസത്തേക്ക് 6% കിഴിവ് നൽകും. KSIDCയുടെ വായ്പ ലഭിച്ചിട്ടുള്ള വ്യവസായങ്ങൾക്ക് പ്രവർത്തന മൂലധനത്തിനും ആസ്തി സൃഷ്ടിക്കുന്നതിനും പ്രത്യേക വായ്പ അനുവദിക്കും. KSIDCയുടെ എല്ലാ ഓപ്പറേറ്റിംഗ് യൂണിറ്റുകൾക്കും ഇന്നത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് പലിശയും മുതലും തിരിച്ചടക്കുന്നതിന് 3 മാസത്തെ മൊറട്ടോറിയം അനുവദിക്കും. മൊറട്ടോറിയത്തിന് ശേഷം പിഴപ്പലിശ ഇല്ലാതെ വായ്പ തിരിച്ചടക്കാം. KSIDCയിൽ നിന്ന് വായ്പയെടുത്ത സംരംഭകരുടെ പിഴപ്പലിശ 6 മാസത്തേക്ക് പൂർണ്ണമായി ഒഴിവാക്കും. MSMEകൾക്ക് KSIDC 50 ലക്ഷത്തിന് മുകളിലുള്ള വായ്പ അനുവദിക്കും. നിലവിലുള്ള വ്യവസ്ഥയനുസരിച്ച് 1 കോടി രൂപയ്ക്ക് മുകളിലുള്ള വായ്പ മാത്രമേ അനുവദിക്കുന്നുള്ളൂ. KSIDCയുടെയും കിൻഫ്രയുടെയും വ്യവസായ പാർക്കുകളിൽ സ്ഥലം എടുക്കുന്ന സംരംഭകരുടെ തിരിച്ചടവ് കാലാവധി വർദ്ധിപ്പിക്കും. മുൻകൂർ അടക്കേണ്ട പാട്ട പ്രീമിയം കുറക്കും. സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗക്കാർക്കും യുവ സംരംഭകർക്കും പ്രത്യേക പരിഗണന നൽകി
സംരംഭക സഹായ പദ്ധതി നടപ്പാക്കും. ഇവർക്ക് 25% മാർജിൻ മണി നൽകും. ഡൽഹിയിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് റെയിൽവേ ട്രെയിൻ ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. IRCTC വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്യുന്നവർക്ക് യാത്ര ചെയ്യാം. മാത്രമല്ല, കേരളത്തിലേക്കുള്ള ട്രെയിൻ മറ്റു പല സ്ഥലങ്ങളിലും നിർത്തിയിട്ടാണ് ഇവിടെ എത്തുന്നത്. ഇത് രോഗവ്യാപനം തടയാൻ സംസ്ഥാന സർക്കാർ എടുക്കുന്ന നടപടികളെ നിഷ്ഫലമാക്കുന്ന രീതിയാണ്. ഇക്കാര്യം റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയലിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുടെ കാര്യത്തിൽ കേരളം ഫലപ്രദമായ ക്രമീകരണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ പോർട്ടലിൽ അവർ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തവർക്ക് അവർ വരേണ്ട തീയതി, സമയം, ചെക്ക് പോസ്റ്റ് ഇത്രയും കാര്യങ്ങൾ മുൻകൂട്ടി നൽകുന്നു. യാത്രക്കാരുടെ വിവരങ്ങൾ പൂർണ്ണമായി ലഭിക്കുന്നതിനും അവരുടെ യാത്രാപഥം മനസ്സിലാക്കുന്നതിനും ഇത് ഫലപ്രദമാണ്. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ രജിസ്ട്രേഷൻ നോക്കാതെ റെയിൽവേ ഓൺലൈൻ ബുക്കിംഗ് വഴി യാത്രക്കാരെ കൊണ്ടുവന്നാൽ രോഗവ്യാപനത്തിന് സാധ്യതയുണ്ട്. ഇവിടെ വന്നിറങ്ങുന്ന യാത്രക്കാർ ആരാണെന്ന് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ രോഗം നിയന്ത്രിക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമങ്ങൾക്ക് വലിയ തടസ്സമാകും. അതിനാൽ സർക്കാരിൻ്റെ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ കേരളത്തിലേക്കുള്ള ട്രെയിനുകളിൽ ബുക്കിംഗ് അനുവദിക്കാവൂ എന്ന് റെയിൽവേ മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ റെയിൽവേ പ്ലാൻ ചെയ്ത ട്രെയിനുകൾക്ക് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിൽ ലോക്ക്ഡൗൺ കാരണം കുടുങ്ങിപ്പോയവരെ തിരിച്ചെത്തിക്കുന്നതിന് കേരളത്തിലേക്ക് പ്രത്യേക ട്രെയിനുകൾ വേണമെന്നും റെയിൽവേ മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്രമന്ത്രിക്കയച്ച കത്തിനെ ചില മാധ്യമങ്ങൾ തെറ്റായി ചിത്രീകരിച്ചത് ഖേദകരമാണ്. വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ട്രെയിൻ വേണ്ടെന്ന് കേരളം ആവശ്യപ്പെട്ടെന്നാണ് ഒരു ചാനൽ നൽകിയ വാർത്ത. വിവിധ സംസ്ഥാനങ്ങളിൽ ലോക്ക്ഡൗൺ കാരണം പെട്ടുപോയി ദുരിതമനുഭവിക്കുന്ന വിദ്യാർത്ഥികളടക്കമുള്ള മലയാളികളെ എത്രയും വേഗം നാട്ടിലെത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതിനിടയിൽ ഇത്തരം തെറ്റായ വാർത്തകൾ നൽകുന്നത് ദുരിതത്തിലായവരുടെ ആശങ്ക വർദ്ധിപ്പിക്കുമെന്ന് തിരിച്ചറിയാനാവണം. നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും 2020-21 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശന നടപടി മെയ് 18 ആരംഭിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകളിൽ കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് നേരിട്ടെത്തി പ്രവേശനം നേടാവുന്നതാണ്. ഈ വിദ്യാലയങ്ങളിൽ ഓൺലൈൻ വഴിയും പ്രവേശനം നൽകും. ഇതിനുള്ള സംവിധാനം കൈറ്റ് ലഭ്യമാക്കും. ഓൺലൈൻ സൗകര്യം ഉപയോഗിക്കാൻ കഴിയാത്തവർ, പാർശ്വവൽക്കരിക്കപ്പെട്ട SC/ST വിഭാഗത്തിലെ കുട്ടികൾ, മലയോര മേഖലകളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ,
തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികൾ തുടങ്ങിയ വിഭാഗക്കാർക്ക് വേണ്ടി 200 കേന്ദ്രങ്ങളിൽ പരീക്ഷാ പരിശീലന സൗകര്യമൊരുക്കും. 20,000-ഓളം വിദ്യാർത്ഥികൾക്ക് നേരിട്ടും അല്ലാതെയും പരിശീലനം ലഭ്യമാക്കും. പ്രാദേശിക പ്രതിഭാ കേന്ദ്രങ്ങൾ, ഊരു വിദ്യാകേന്ദ്രങ്ങൾ ഇവ വഴിയാണ് ഈ പദ്ധതി നടപ്പാക്കുക. അധിക പഠന സാമഗ്രികൾ, മാതൃകാ പരീക്ഷാ ചോദ്യപേപ്പറുകൾ, പഠന സഹായികൾ തുടങ്ങിയവ കുട്ടികൾക്ക് വിതരണം ചെയ്യും. 10, 11, 12 ക്ലാസ്സുകളിൽ പൊതുപരീക്ഷ എഴുതുന്ന കുട്ടികൾക്കാണ് ഈ സംവിധാനം പ്രയോജനപ്പെടുക. ഈ വർഷം സാധാരണ നിലയിൽ കവിഞ്ഞ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. കാലവർഷം സാധാരണ നിലയിലായാൽ തന്നെ ആഗസ്റ്റിൽ അതിവർഷം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമുണ്ട്. കോവിഡ്-19 മഹാമാരിയെ അകറ്റാൻ പോരാടുന്ന സംസ്ഥാനത്തിന് ഇത് മറ്റൊരു ഗുരുതര വെല്ലുവിളിയാണ്. ഈ സാഹചര്യം മുന്നിൽ കണ്ട് അടിയന്തര തയ്യാറെടുപ്പ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കോവിഡിനൊപ്പം കാലവർഷക്കെടുതി നേരിടുന്നതിനുള്ള പദ്ധതി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയിട്ടുണ്ട്. ക്വാറന്റൈൻ സൗകര്യങ്ങൾക്കായി സർക്കാർ 27,000 കെട്ടിടങ്ങൾ സംസ്ഥാനത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അവയിൽ ബാത്റൂമോടുകൂടിയ 2.5 ലക്ഷത്തിലേറെ മുറികളുണ്ട്. അടിയന്തര സാഹചര്യം വന്നാൽ ഉപയോഗിക്കാനുള്ള കെട്ടിടങ്ങൾ വേറെയും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന് സമാന്തരമായാണ് വെള്ളപ്പൊക്കമുണ്ടായാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുന്ന വെല്ലുവിളി. ഇതിനുവേണ്ടി ഏറ്റെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഏത് മോശമായ സാഹചര്യവും നേരിടാൻ നാം തയ്യാറെടുത്തേ പറ്റൂ. കോവിഡ്-19 വ്യാപന ഭീഷണി ഉള്ളതുകൊണ്ട് വെള്ളപ്പൊക്കം കാരണം ഒഴിപ്പിക്കപ്പെടുന്നവരെ സാധാരണ പോലെ ഒന്നിച്ച് പാർപ്പിക്കാൻ കഴിയില്ല. നേരത്തെ സ്കൂളുകളിലും മറ്റും ഒന്നിച്ച് പാർപ്പിക്കാമായിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ അതിന് കഴിയില്ല. ഇപ്പോൾ 4 തരത്തിൽ കെട്ടിടങ്ങൾ വേണ്ടിവരുമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി കാണുന്നത്. പൊതുവായ കെട്ടിടം, പ്രായം കൂടിയവർക്കും മറ്റ് രോഗങ്ങളുള്ളവർക്കും പ്രത്യേക കെട്ടിടം, കോവിഡ് രോഗലക്ഷണമുള്ളവർക്ക് വേറൊരു കെട്ടിടം, വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് മറ്റൊരു തരം കെട്ടിടം. ഇത്തരത്തിൽ 4 വിഭാഗം കെട്ടിടങ്ങൾ നമുക്ക് ആവശ്യമായി വരും. ഇന്ന് രാവിലെ ചേർന്ന ഉന്നതതല യോഗം സ്ഥിതിഗതികൾ വിലയിരുത്തുകയുണ്ടായി. വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ നദികളിലെയും തോടുകളിലെയും ചാലുകളിലെയും എക്കലും മാലിന്യവും മഴ തുടങ്ങും മുൻപ് നീക്കാനുള്ള നടപടികൾ നേരത്തെ തന്നെ നാം ആരംഭിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പ്രവൃത്തികൾ 2 ആഴ്ചക്കകം തീർക്കണമെന്ന് കണ്ടിട്ടുണ്ട്. അണക്കെട്ടുകളുടെ സ്ഥിതിയും തുടർച്ചയായി വിലയിരുത്തുന്നുണ്ട്. ഇടുക്കി ഉൾപ്പെടെ വലിയ അണക്കെട്ടുകളൊന്നും തുറക്കേണ്ട സാഹചര്യമില്ല. സർക്കാരിൻ്റെ സന്നദ്ധം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത വളണ്ടിയർമാർക്ക് അടിയന്തരമായി ദുരന്ത പ്രതികരണ കാര്യങ്ങളിൽ പരിശീലനം നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിക്കായിരിക്കും ഇതിൻ്റെ ചുമതല. ഈ ഘട്ടത്തിൽ വലിയ തോതിൽ സഹായം പ്രവഹിക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മാണത്തിന് 4 ഏക്കർ 12 സെന്റ് സ്ഥലം സർക്കാരിന് കൈമാറാൻ തീരുമാനിച്ചതായി
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് അറിയിച്ചു. ഡോക്ടർ പി മുഹമ്മദ് അലി, ഗൾഫാർ മുഹമ്മദ് അലി ചെയർമാനായ PM ഫൗണ്ടേഷൻ 1 കോടി രൂപയുടെ മെഡിക്കൽ ഉപകരണങ്ങൾ കൈമാറി. വെന്റിലേറ്ററുകൾ, ICU ലാബ് ഉപകരണങ്ങൾ, PPE കിറ്റുകൾ, മാസ്കുകൾ ഇതെല്ലാം ഇവയിൽ ഉൾപ്പെടുന്നു. രണ്ടാം ഘട്ടമെന്ന നിലയിൽ 20 ലക്ഷം രൂപയുടെ മെഡിക്കൽ ഉപകരണങ്ങളും വിതരണത്തിന് തയ്യാറാണെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. തൊഴിൽ നഷ്ടപ്പെട്ടതടക്കമുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന പ്രവാസികൾക്ക് നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റുകൾ നൽകാനുള്ള സന്നദ്ധത പലരും അറിയിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്. അത്തരം സുമനസ്സുകളെ അഭിനന്ദിക്കുകയാണ്. ദുബായിലെ ഓവർസീസ് മലയാളി അസോസിയേഷൻ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന പ്രവാസികൾക്ക് നാട്ടിലേക്കെത്താൻ 100 ടിക്കറ്റ് നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിന് നൽകുന്ന ടിക്കറ്റ് പറയുന്നതായിരിക്കും നല്ലത്. ഇനി നൽകുമെന്നുള്ളത് ഞാൻ എൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഇനി അങ്ങോട്ട് പറയലുണ്ടാവില്ല. നൽകിക്കഴിഞ്ഞതിന് ശേഷം ഇത്ര നൽകി എന്ന് പറഞ്ഞാൽ അത് പറയുന്നതായിരിക്കും ഉത്തമം. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിറ്റിസൺസ് ഇന്ത്യ ഫൗണ്ടേഷൻ്റെ 2000 PPE കിറ്റുകൾ മാനേജിംഗ് ട്രസ്റ്റി TK നായർ കൈമാറിക്കഴിഞ്ഞിട്ടുണ്ട്. ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിൽ ഈ നാടിൻ്റെ നായകരായി നിന്നവരുടെ കുടുംബാംഗങ്ങളുമുണ്ട്. AKGയുടെ മകൾ ലൈല, EK നായനാരുടെ പത്നി ശാരദ ടീച്ചർ തുടങ്ങിയവർ സംഭാവന നൽകിയിട്ടുണ്ട്. ഇവരുടെ പേര് പരാമർശിക്കാതെ പോകുന്നത് അനൗചിത്യമാകും എന്നതുകൊണ്ടാണ് ഇവിടെ ഇത് പറയുന്നത്. രജിസ്റ്റേർഡ് മെറ്റൽ ക്രഷർ യൂണിറ്റ് ഓണേഴ്സ് അസോസിയേഷൻ പത്തനംതിട്ട യൂണിറ്റും പത്തനംതിട്ട കോറി ഓണേഴ്സ് അസോസിയേഷനും 1,10,50,000 രൂപ. വിശാല കൊച്ചി വികസന അതോറിറ്റി 1 കോടി. കേരള ഗവൺമെൻറ് കോളേജ് റിട്ടയേർഡ് ടീച്ചേഴ്സ് വെൽഫെയർ അസോസിയേഷൻ 26,75,500 രൂപ. തൃശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ മുൻകാല SFI പ്രവർത്തകർ 13 ലക്ഷം രൂപ. UK കലാസാംസ്കാരിക സംഘടന സമീക്ഷ 14,612 പൗണ്ട് 11 പെൻസ്. ആലപ്പുഴയിലെ കരുണാകരൻ ചാരിറ്റബിൾ ട്രസ്റ്റിനു വേണ്ടി മാനേജിംഗ് ട്രസ്റ്റി സുഭദ്ര രവി കരുണാകരൻ 25 ലക്ഷം രൂപ. തൃക്കൊടിത്താനം സർവീസ് സഹകരണ ബാങ്ക് 13,24,492 രൂപ. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ താഴെത്തട്ടിൽ പ്രവർത്തനം നടത്തിവരുന്ന ആശാ വർക്കർമാരുടെ സംഘടന കേരള സ്റ്റേറ്റ് ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ 11,12,700 രൂപ. അത് വളരെ മികച്ച ഒരു സംഭാവനയാണ്. അവർ വലിയ തോതിൽ ഈ രംഗത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. സാംസ്കാരിക വകുപ്പിൻ്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് കലാകാരന്മാരും ജില്ലാ കോർഡിനേറ്റർമാരും എറണാകുളം, തൃശ്ശൂർ ജില്ലയിലെ കലാകാരന്മാരും കൂടി ചേർന്ന് 11,82,491 രൂപ. കേരള ഹൈക്കോർട്ട് എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റി 10 ലക്ഷം രൂപ. കുടുംബശ്രീയുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന ബഡ്സ് സ്കൂളിലെയും ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്ററുകളിലെയും അധ്യാപകരും ജീവനക്കാരും 4,17,900 രൂപ. തലശ്ശേരി അണ്ടലൂർക്കാവ് ആദ്യ ഗഡുവായി 1 ലക്ഷം രൂപ. അന്തരിച്ച സാഹിത്യകാരി VV രുക്മിണി ടീച്ചറുടെ 3.25 പവൻ വരുന്ന താലിമാല മക്കൾ കൈമാറി. ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. രണ്ട് ദിവസം ലോക്ക്ഡൌണിന്റെ ഒരു ഘട്ടം കൂടി അവസാനിക്കുകയാണ്. ഈ സംസ്ഥാനത്ത് 2 ആഴ്ചകൾക്ക് മുമ്പുള്ള അവസ്ഥയിൽ തിരിച്ചു പോവുകയും ചെയ്യുന്നു. അപ്പൊ ഇളവുകൾ വിഭാഗത്തിൽ പ്രഖ്യാപിക്കണം, അത് സർക്കാർ തന്നെ ആലോചിക്കുമെന്ന് അറിയുന്നു. അങ്ങനെയെങ്കിൽ ഇളവുകളാണോ നിയന്ത്രണങ്ങൾ കൂടുതൽ കർക്കശമാക്കുകയാണോ ഈ ഘട്ടത്തിൽ വേണ്ടത്? ഇതിൽ നമ്മൾ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് നമ്മുടെ പൊതുജീവിതം അതുമായി പൊരുത്തപ്പെടുന്നതിന് വേണ്ടിയാണ്.
അതിൻ്റെ ഉദ്ദേശം വലിയ തോതിൽ സഫലമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമൂഹമാകെ ഒരു പൊതു ബോധത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് തുറന്നു നിലനിർത്താൻ കഴിയേണ്ടതായിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ രോഗവുമായി ബന്ധപ്പെട്ട് രോഗം തടയുന്നതിനുള്ള ഫലപ്രദമായ മരുന്നൊന്നും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യവും നിലനിൽക്കുകയാണ്. നേരത്തെ ഞാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞു, WHO വിദഗ്ധർ തന്നെ ഇതിന് കുറേ കാലത്തെ നിലനിൽപ്പുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയെല്ലാം വരുമ്പോൾ ഈ ഒരു പൊതു സാഹചര്യം നിലനിർത്തിക്കൊണ്ട് നമുക്ക് എന്തെല്ലാം ഇളവുകൾ നൽകാൻ കഴിയും, അത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആ ആലോചനയിലേക്കാണ് സർക്കാർ കടക്കുക. ജനപ്രതിനിധികളെ ക്വാറന്റൈനിലാക്കിയത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് പ്രതിപക്ഷ നേതാവും ക്വാറന്റൈനിൽ പോയ ചില എംപിമാരും ആരോപിക്കുന്നത്. സാധാരണ ജനങ്ങൾ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ അവർക്കെതിരെ നിയമ നടപടി പുതിയ നിയമപ്രകാരം എടുക്കാറുണ്ട്. ഇത് സത്യത്തിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ട ഒരു സംഭവം, അവർക്കെതിരെ നിയമ നടപടി സർക്കാർ ആലോചിക്കുന്നുണ്ടോ? ഇതിൽ നമ്മുടെ സംസ്ഥാനത്ത് IG അടക്കമുള്ളവർ, കലക്ടർ അടക്കമുള്ളവർ, ഡോക്ടർമാരടക്കമുള്ളവർ, ഇങ്ങനെ പലരും ഈ രോഗവുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർ ക്വാറന്റൈനിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ കരുതൽ നടപടികളുടെ ഭാഗമായിട്ടാണ്. രോഗം പറന്നെങ്കിൽ അവരിലൂടെ മറ്റുള്ളവർക്കിലേക്ക് എത്താതിരിക്കാനുള്ള മുൻകരുതലായിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അത്തരം കാര്യങ്ങളൊന്നും ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപത്തിന് വിധേയമായിട്ടില്ല. നമ്മുടെ ചിലർ തെറ്റായി ചില ധാരണയും കൊണ്ട് നടക്കുകയാണ്. നമ്മളിതൊന്നും ബാധിക്കില്ല എന്ന് ചിന്തിക്കുന്ന ഒരു തരം ചിന്താഗതിയുണ്ട്. നമ്മളെല്ലാം സാധാരണ മനുഷ്യരാണ്. ഇന്ന് ഏത് സ്ഥാനം വഹിക്കുന്നവരായാലും മനുഷ്യർക്കുള്ള എല്ലാ പ്രത്യേകതകളും എല്ലാവർക്കും ഉണ്ട്. രോഗാണുവിന് നിങ്ങളെ സ്ഥാനമൊന്നും നോട്ടമില്ല. കോവിഡിന് ഇന്ന സ്ഥാനത്ത് ഇരിക്കുന്നയാളാണ്, അയാളെ ശരീരത്തിലേക്ക് കടക്കാൻ പാടില്ല എന്ന് ചിന്തിക്കില്ല. ഒരു രോഗിയുടെ അടുത്തേക്ക് ഈ പ്രത്യേക സ്ഥാനത്തിരിക്കുന്നയാൾ എത്തിയാൽ അയാളാണെങ്കിൽ ഒരു സാമൂഹ്യ ജീവിയാണ്. ഈ സ്ഥാനം കൊണ്ട് തന്നെ അയാൾ പല തരത്തിൽ ആളുകളെ ബന്ധപ്പെടുന്ന സ്ഥിതി വരുമ്പോൾ അതിൻ്റെ ഭാഗമായി ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടാവും. അത് തടയാനുള്ള ബാധ്യത സ്വാഭാവികമായും നാം ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ സർക്കാർ നിക്ഷിപ്തമാണ്. അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉപദേശം നൽകിയത്. ആ ഉപദേശം അനുസരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അവരെല്ലാം അനുസരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും അനുസരിക്കാൻ തയ്യാറാകുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ കേട്ടത്. അത് തന്നെയാണ് തയ്യാറാകേണ്ടത്. ഗവൺമെൻറ് ഒരു നടപടിയിലേക്ക് കടന്നിരുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യം പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. ഇതിൻ്റെ ഭാഗമായി പിന്നെ അവിടെ നടന്നല്ലോ പല കാര്യങ്ങളും. നമ്മളെല്ലാവരും ഈ കാര്യങ്ങളെല്ലാം കാണുകയാണല്ലോ. ഈ ആളുകളെ സൈഡിൽ ഇങ്ങനെ നിർത്തുക, പിന്നെ ഒരാളെ കയ്യിൽ നേന്ത്രക്കൊലയും കൊടുത്ത് ആ നേന്ത്രക്കൊലയും ഇങ്ങനെ പിടിച്ചിട്ട് അയാളെ അടുത്തേക്ക് ചെല്ലുക, ഇതൊക്കെ നമ്മൾ കണ്ടല്ലോ. അതെല്ലാം ഉണ്ടാക്കുന്ന ആപത്ത് എത്ര വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാനിത് എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട് നേരിടാൻ പോകുന്ന ഒരു ആപത്തിനെക്കുറിച്ച് പൊതുവെ ജനങ്ങളിൽ ബോധമുണ്ടാകുന്നതിന് വേണ്ടിയാണ്. ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല, ഞങ്ങളിതിൽ നിന്നെല്ലാം വ്യത്യസ്തരാണ് എന്ന മട്ടിൽ ചിന്തിച്ചതുകൊണ്ട് നമുക്ക് ആപത്ത് മാത്രമേ ഉണ്ടാവൂ. അതൊഴിവാക്കുന്നതിനാണ് അത്തരത്തിലുള്ള ആവർത്തിച്ചുള്ള വർത്തമാനങ്ങൾ നടക്കുന്നത്. അല്ലാതെ മറ്റെന്തെങ്കിലും കാര്യത്തിനാണ് എന്ന് ചിലർ ധരിക്കും പോലെയല്ല. എന്നാൽ അതിൻ്റെ മേലെ സർക്കാർ നടപടിയിലേക്ക് കടന്നാൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യമാണ് ഏറ്റവും വലിയ ആക്ഷേപമായിട്ട് വരിക. ഞങ്ങളുടെ പേരിൽ നടപടി വന്നുപോയി, ഞങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കാനിടയാവും. അതുകൊണ്ട് തന്നെ അത്തരമൊരു കാര്യത്തെക്കുറിച്ച് സർക്കാർ ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ തെറ്റായ കാര്യമാണ് ചെയ്തത്, നടപടി എടുക്കത്തക്ക കാര്യമാണ് ചെയ്തത്. അതിലേക്ക് ഇപ്പോൾ സർക്കാർ പോകുന്നില്ല. അതിന്റെ കൂടെ ഒരു കാര്യം കൂടി, ഇപ്പൊ ക്വാറന്റൈനിൽ പോകാൻ ആവശ്യപ്പെട്ട UDF എംപിമാരൊക്കെ പറയുന്നത് അതിർത്തിയിൽ മണിക്കൂറുകളെ കുടുങ്ങിയ ആളുകൾ വിളിക്കുന്നതനുസരിച്ചാണ് അവിടെ പോയത്, അവർക്ക് ഭക്ഷണം ആ സഹായത്തിന് പോയി, എന്നിട്ട് കേസെടുത്തു, അത് രാഷ്ട്രീയപ്പെടുത്തെന്ന് പറയുന്നു. അതിന്റെ കൂടെ തന്നെ ഇതേപോലെ നെടുമ്പാശ്ശേരി വന്ന പ്രവാസികളെ സ്വീകരിച്ച മന്ത്രി AC മൊയ്തീൻ സ്വീകരിച്ചു. അതിനുശേഷം അവിടെ വന്ന ആളുകൾക്ക് കോവിഡ് വന്നു, അദ്ദേഹത്തിനെതിരെ ക്വാറന്റൈൻ പോകാൻ ആവശ്യപ്പെട്ടില്ല. ഇതിലൊരു രാഷ്ട്രീയ പ്രേരിതമുണ്ട് എന്ന രീതിയിലാണ് അനിൽ അക്കരെ, VK ശ്രീകണ്ഠൻ MP ഒക്കെ പറയുന്നത്. ഇവിടെ സാധാരണഗതിയിൽ പ്രവാസികൾ വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ ആരും പോകേണ്ടതില്ല എന്നൊരു നിലപാടായിരുന്നു ഞങ്ങൾ പൊതുവിലെടുത്തിരുന്നത്. അതെന്തോ ആകട്ടെ, അവിടെ ഉണ്ടായത്
ഈ വളരെ അകലെ നിന്ന് ഒരാളെ കൈവീശിയാൽ കൊറോണ വന്നിട്ട് അയാളെ പിടിക്കില്ല. അതിനെ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അടുത്തുപോയി സമ്പർക്കം പുലർത്തുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടാകുന്നത്. അടുത്തുപോയി സമ്പർക്കം പുലർത്തിയവരെക്കുറിച്ചാണ് ഈ പ്രശ്നം വന്നത്. അങ്ങനെ അടുത്തുപോയി സമ്പർക്കം പുലർത്തിയ കൂട്ടത്തിൽ AC മൊയ്തീൻ വരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ അതിൽ ഉൾപ്പെടാത്തത്. അല്ലെങ്കിൽ അദ്ദേഹവും ക്വാറന്റൈനിൽ പോകും. എന്താ സംശയം? മന്ത്രിയെന്നോ മറ്റാരെന്നോ ഉള്ള പ്രത്യേകത ഇതിനില്ല. ആരാണോ രോഗം ബാധിച്ചയാളെ ആയി ബന്ധപ്പെട്ടു പോകുന്നത്, അപ്പോൾ സ്വാഭാവികമായും ക്വാറന്റൈനിലേക്ക് പോകണം. 26-ന് സ്കൂൾ പരീക്ഷകൾ ആരംഭിക്കുകയാണ്, ഹയർ സെക്കൻഡറി SSLC. അപ്പൊ പൊതു വാഹന സൗകര്യം ഇല്ലെങ്കിൽ സ്കൂൾ വാഹനങ്ങൾ ഓടിക്കാനുള്ള അനുമതി നൽകുമോ? 26-ന് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, നമുക്ക് അപ്പോൾ എടുക്കാതെ. ഈ ബാങ്കുകളുടെ കാര്യം പറഞ്ഞു. ബാങ്കുകൾ പ്രധാനമായി നേരിടുന്ന ഇപ്പം കാർഷിക മേഖലയുടെ വേണ്ടി പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ചു. ഈ കിസാൻ ക്രെഡിറ്റ് കാർഡുള്ള കർഷകർ ബാങ്കുകളെ സമീപിക്കുമ്പോൾ മുൻകാലങ്ങളിൽ ചെറിയ വീഴ്ചകൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് വായ്പ കൊടുക്കാൻ പറ്റില്ല എന്ന നിലപാട് ബാങ്കുകൾ പൊതുവെ സ്വീകരിക്കുന്നുണ്ട്. ഇതിനെതിരെ എന്തെങ്കിലും ഒരു നടപടി SLBCയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ കഴിയുമോ? അത്തരം പ്രശ്നങ്ങൾ SLBCയുമായി നമുക്ക് ചർച്ച ചെയ്യാം. CM ഈ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് ലഭിക്കേണ്ട തൊഴിലുറപ്പ് പദ്ധതി വിഹിതം, അതിലുള്ള കുടിശ്ശിക, അത്തരം കുടിശ്ശികകൾ എന്തെങ്കിലും കേന്ദ്രം ഇപ്പോൾ കേരളത്തിന് നൽകിയിട്ടുണ്ടോ? ഈ ഘട്ടത്തിൽ ഇപ്പോഴും കുടിശ്ശിക കിടക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ആ കുടിശ്ശിക ലഭ്യമാക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സാധാരണഗതിയിൽ കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അത് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കുകയില്ലേ? തീർച്ചയായും. അതുകൊണ്ടാണ് കേന്ദ്രത്തിൻ്റെ മുന്നിൽ സംസ്ഥാന സർക്കാർ അത് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. നടപടികൾ കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതീക്ഷ. CM, ഇന്നലെ ഈ മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റം വരാൻ പോവുകയാണ്. അത്തരമൊരു തീരുമാനം മന്ത്രിസഭാ യോഗം എടുത്തു. പക്ഷെ ഉയർന്നു വരുന്ന ചില പരാതികൾ എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ മൊബൈൽ ആപ്പ് വഴി അത് എങ്കിൽ മാത്രമേ മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തവർ, അത് ഡൗൺലോഡ് ചെയ്തവർക്ക് മാത്രമേ പോയി ഇത് മദ്യം വാങ്ങിക്കാൻ കഴിയൂ എന്നാണ്. അപ്പൊ സാധാരണക്കാർക്ക് ഇത് അപ്രാപ്യമാകും. അവരുടെ മൊബൈലിൽ ഇതൊന്നും ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ല എന്നൊരു പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. അത്തരത്തിലൊരു പ്രശ്നം വരുമോ എന്നുള്ളത് നമുക്ക് നടപ്പാക്കിയതിന് ശേഷം നോക്കാം എന്താണെന്നുള്ളത്. സാധാരണഗതിയിൽ ഇത്തരം ആവശ്യങ്ങൾ വരുമ്പോൾ ആ ആവശ്യങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിൽ നിറവേറ്റപ്പെടും. അത് പലരും ഈ സമൂഹത്തിലുള്ളവർ സഹായിച്ചു കൊടുക്കുമല്ലോ. CM, പ്രവാസികൾ ഒരുപാട് പേര് ഇപ്പോഴും നാട്ടിലേക്ക് വരാനായിട്ട് നിൽക്കുന്നുണ്ട്. വിദേശകാര്യ സഹമന്ത്രി V. മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ദിവസം 24 ഫ്ലൈറ്റുകൾ കേരളത്തിലെ 4 വിമാനത്താവളത്തിലേക്കും വിദേശങ്ങളിൽ നിന്ന്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അയക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ് എന്നുള്ളതാണ്. സംസ്ഥാനം അതിന് അനുമതി നൽകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് എന്തോ പ്രശ്നമുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്റുമായി അദ്ദേഹം തന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് നല്ലത്, ഈ കാര്യങ്ങൾ പറയുന്നതിന് മുൻപ്. ഒന്നാമത് അദ്ദേഹം ഈ കേന്ദ്രമന്ത്രിയാണ് എന്നുള്ളതൊക്കെ വസ്തുത തന്നെ. ഈ കേന്ദ്രം തീരുമാനിക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹം അറിയുന്നില്ല എന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ പലതും അവർ നിശ്ചയിക്കുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി കാണുന്നുണ്ട്. അല്ല മറ്റേ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി ചിലത് പറയണമെന്നുള്ളതിൻ്റെ ഭാഗമായി പറയുകയാണോ എങ്കിൽ അത് ശരി. കേന്ദ്രം സഹകരിക്കുന്നുണ്ടെന്നാണോ? ഇപ്പോൾ പ്രവാസികൾ ഇവിടെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യവും അന്യസംസ്ഥാനത്തുള്ള മലയാളികളെ കൊണ്ടുവരുന്ന ട്രെയിൻ സർവീസും ഒക്കെ കേന്ദ്രം സഹകരിക്കുന്നുണ്ടെന്നാണോ CM-ന്റെ അഭിപ്രായം? എന്താ ചോദ്യം എന്താ? അല്ല, ഇപ്പൊ ഇതുമായിട്ട് തൊട്ടുമുമ്പ് പറഞ്ഞില്ലേ, V. മുരളീധരൻ ഇതൊന്നും അറിയുന്നില്ല, കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ എന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞു. കേന്ദ്രം സഹകരിക്കുന്നില്ല എന്ന് V. മുരളീധരൻ പറഞ്ഞു. മുരളീധരൻ ഒന്നും അറിയുന്നില്ല എന്ന് CM പറഞ്ഞല്ലോ. അതെ, സർക്കാരിന്റെ നടപടി വന്നു. അതെ, അറിയാത്തതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതെന്ന് CM പറഞ്ഞു. അതെ. അപ്പോൾ ഞാൻ ചോദിച്ചത്, കേന്ദ്രത്തിന്റെ ഇടപെടലിൽ, അതായത് പ്രവാസികൾ ഇവിടെ കൊണ്ടുവരാൻ ഉള്ള വിമാന സർവീസും മറ്റു മലയാളികളെ ഇവിടെ കൊണ്ടുവരുന്ന ട്രെയിൻ സർവീസിലും ഒക്കെ അനുഭാവപൂർവമായ നിലപാടാണോ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്? CM-ന്റെ അഭിപ്രായം? അല്ല, ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് വിമാനങ്ങൾ വരുന്നില്ലേ? ആ വിമാനങ്ങൾ നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്തിട്ടില്ലേ? ഇപ്പം ഷെഡ്യൂൾ ചെയ്തതിന് പുറമേയുള്ള ഷെഡ്യൂളുകളും വന്നു കഴിഞ്ഞിട്ടില്ലേ? അത്തരം കാര്യങ്ങൾ അടുത്ത ഷെഡ്യൂൾ നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല, പക്ഷേ സാധാരണഗതിയിൽ അറിയും. അതറിയാൻ ബാധ്യപ്പെട്ടയാളാണല്ലോ അദ്ദേഹം അറിയില്ലേ അത്? ആ ഷെഡ്യൂൾ നിശ്ചയിക്കുന്നത് സംസ്ഥാനം പറഞ്ഞിട്ടാണോ? അതറിയണ്ടേ? ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്, അതിനു വേണ്ടേ? എന്തും വിളിച്ചു പറയലാണോ? അതിനപ്പുറം ഞാനിപ്പോൾ പോകുന്നില്ല. അതിനൊന്നുള്ളൊരു വേദിയല്ല ഇത്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാത്തത്.
സാമ്പത്തിക പ്രതിസന്ധിയാണല്ലോ. അപ്പം എന്തെങ്കിലും ചെലവ് ചുരുക്ക നടപടികൾ, ഈ പെൻഷൻ പ്രായം കൂട്ടുക, അത്തരം കാര്യങ്ങൾ സർക്കാരിന്റെ ആലോചനയിലുണ്ടോ? പെൻഷൻ പ്രായം കൂട്ടലൊന്നും സർക്കാരിൻ്റെ ആലോചനയിലില്ല. പക്ഷേ ചെലവ് ചുരുക്കൽ എങ്ങനെയെന്നുള്ളത് സർക്കാർ ഗൗരവമായിട്ട് ആലോചിക്കുന്നുണ്ട്. നമുക്ക് മറ്റു കാര്യങ്ങൾ പിന്നീടാകാം. കാരണം ഇന്ന് നമ്മൾ കുറച്ച് വൈകിപ്പോയല്ലോ. ഈ ഒരു സമയമൊക്കെ ഒരു കൂടുതലായി പോവുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ വിമർശനമാണ് ബാർ കൗണ്ടറുകളിലൂടെ മദ്യം വിൽക്കാനുള്ള തീരുമാനം അഴിമതിക്കുള്ള കോപ്പുകൂട്ടിലാണ്. വലിയൊരു അഴിമതി ബാറുകളുമായി ചെയ്ത് സർക്കാർ അഴിമതി നടത്താൻ പോകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ആരോപണത്തിന് എന്തെങ്കിലും കടമുണ്ടോ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിൽ? അദ്ദേഹം നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ശ്രീ രമേശ് ചെന്നിത്തലയുടെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഗുരുതരമായ നിലയിലേക്കാണ് നാം നടന്നെടുക്കുന്നത്. ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുകയാണ് സർക്കാരിൻ്റെ ആദ്യത്തെ കടമ. പല ബിവറേജ് ഔട്ട്ലെറ്റുകൾക്ക് മുന്നിലും നീണ്ട ക്യൂവിൽ ആളുകൾ അടുത്തടുത്ത് നിൽക്കുകയാണ്. കൊറോണ പകരാനുള്ള സാധ്യത വളരെയേറെയുണ്ട്. സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കാതെയുള്ള ഈ അടുത്തു നിൽക്കൽ സാമൂഹ്യ വ്യാപനത്തിന് വഴി തുറക്കും. ബിവറേജ് ഔട്ട്ലെറ്റുകൾ അടച്ചിടണം. അപ്പോൾ ഈ അടുത്തടുത്ത ആളുകൾ നിന്നാലുണ്ടാകുന്ന ആപത്താണ് അദ്ദേഹം നേരത്തെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആ ഉപദേശവും കൂടി അംഗീകരിച്ചുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ ഈ നടപടി എടുത്തിട്ടുള്ളത്. അതെ 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 അതെ. ബാക്കി നമുക്ക് നാളെ ആയാൽ പോരെ, നാളെ എടുക്കാം. ഒറ്റ ചോദ്യം. ഈ വീട്ടിൽ നിന്ന് പഠിക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾ മറ്റു പല സ്ഥാപനങ്ങളിൽ നിന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. ഈ ലോക്ക്ഡൌൺ ആയതോടുകൂടി ആ സ്ഥാപനങ്ങളെല്ലാം അടച്ച് കുട്ടികളെല്ലാം ബന്ധുവീടുകളിലൊക്കെയാണ് ഉള്ളത്. അതിന് അവരുടെ പരീക്ഷാ കേന്ദ്രങ്ങൾ, ആ കുട്ടികളുടെ പരീക്ഷാ കേന്ദ്രങ്ങൾ അവരുടെ വീടുകൾക്ക് അടുത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം തന്നതായിട്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആലോചന സർക്കാർ നടത്തും? അത് സാധാരണഗതിയിൽ പ്രായോഗികമാണോ എന്നുള്ളത് പരിശോധിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാവും. പരിശോധിച്ചേ പറയാൻ പറ്റൂ. ഇപ്പോൾ അതിനെപ്പറ്റി എനിക്കൊറ്റ ശ്വാസത്തിൽ പറയാൻ കഴിയില്ല. നമുക്ക് മറ്റു കാര്യങ്ങൾ നാളെയാകാം. ശരി. സംസ്ഥാനത്ത് ഇന്ന് 26 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കാസർഗോഡ് 10 പേർക്ക്, മലപ്പുറത്ത് 5 പേർക്ക്, പാലക്കാട്, വയനാട് 3 പേർക്ക് വീതം, കണ്ണൂരിൽ 2 പേർക്ക്, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട് എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 3 പേർക്ക് രോഗം ഭേദമായി. കൊല്ലത്തും 2 പേരും, കണ്ണൂരിൽ ഒരാൾക്കുമാണ് രോഗം മാറിയിരിക്കുന്നത്. 2 ആരോഗ്യ പ്രവർത്തകരും 1 പോലീസുകാരനും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. കാസർഗോഡാണ് രോഗം സ്ഥിരീകരിച്ച 2 ആരോഗ്യ പ്രവർത്തകർ. ഉയർന്ന രോഗനിരക്ക് രേഖപ്പെടുത്തിയ ദിവസമാണ് ഇന്ന്. 26 പേർക്കാണ് ഇന്ന് COVID-19 സ്ഥിരീകരിച്ചത്. നെഗറ്റീവായത് 3 പേർക്കാണ്. പോസിറ്റീവായത് കാസർഗോഡ് 10, മലപ്പുറം 5, പാലക്കാട്, വയനാട് 3 വീതം, കണ്ണൂർ 2, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട് ഓരോരുത്തർ. നെഗറ്റീവായത് കൊല്ലം 2, കണ്ണൂർ 1. പോസിറ്റീവായവരിൽ 14 പേര് പുറത്തുനിന്ന് വന്നവരാണ്. അതിൽ 7 പേര് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ്. പിന്നെയുള്ളത് ചെന്നൈ 2, മുംബൈ 4, ബാംഗ്ലൂർ 1. സമ്പർക്കത്തിലൂടെയാണ് 11 പേർക്ക് രോഗം വന്നത്. ഇന്ന് രോഗം ബാധിച്ചവരിൽ 2 ആരോഗ്യ പ്രവർത്തകർ കാസർഗോഡ്, 1 പോലീസുകാരൻ വയനാട്ടിലും ഉണ്ട്. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.